ബിഗ് ബോസ് സീസൺ 6ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊമോ വരുമ്പോൾ മുഖത്ത് കിട്ടിയ പഞ്ച് വ്യക്തമായി കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ളതാണ്. ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ ക്യാമറയൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രൊമോയെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയാണ്. ഇന്നലെ പല കമൻറ്റ് ബോക്സുകളിലും വന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, വളരെ രസകരമായിട്ടുള്ള ഒരു കമൻറ്റ്. ലാലേട്ടൻ മോനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ ചെയ്ത് കാണിക്കണം. റോക്കി ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ലാലേട്ടൻ നന്നായി മോനെ, ഇനി ആ പെട്ടി എടുത്ത് ഇങ്ങോട്ട് പോര്. ഈ ഒരു എക്സാക്ട് സിറ്റുവേഷനാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. റോക്കിയുടെ ഒരു പഞ്ച് എന്ന് പറയുന്നത് ശരിക്കും ഫേസിൽ നല്ല ആഞ്ഞ് പതിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രൊമോയിൽ വ്യക്തമാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ, മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഫിസിക്കൽ അസോൾട്ട് ആരോപണങ്ങൾ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്ര വ്യക്തമായി എല്ലാ ആളുകൾക്കും നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പഞ്ച് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. റോക്കിക്ക് അത്രയധികം സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് ഈ ഒരു പ്രൊമോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുകയാണ്. ആത്മരതി എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. തനിക്ക് താനാണ് ഏറ്റവും വലുത്, അയാളെ മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അയാളുടെ റോക്കീസ് മാൻഷൻ നമ്മളെ കാണിക്കുന്ന സമയത്ത് അതിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ചൂസ് ചെയ്തിരിക്കുന്ന കളറ്, അവിടുത്തെ സ്വിമ്മിംഗ് പൂള്, ബാക്കിയുള്ള ആളുകൾ അതിൽ അഭിപ്രായം പറയുമ്പോൾ അതിനോട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി, അദ്ദേഹത്തിൻ്റെ 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂം, അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി സിംഹാസനം വെച്ചിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇതെല്ലാം എൻ്റെ സ്പേസാണ്, ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു സ്വയം കെട്ടിയെടുത്ത ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നീ ഒന്ന് ഇടിക്കടാ, ഒന്ന് ഇടിച്ച് കാണിക്കടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നുകയും, ഇടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സ്വയം ഒരു തോൽവിയിലേക്ക് പോകുന്നത് പോലുള്ളൊരു ഫീല് കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ശരിക്കും ബിഗ് ബോസിലൊക്കെ ഇത്തരത്തിലുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗെയിം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. റോക്കി ആക്ച്വലി നമ്മുടെ ഗബ്രിയെയും ജാസ്മിനെയും പഞ്ച് ചെയ്യണ പവറോടെ തന്നെ വന്നാണ് ആ ഒരു പ്രോപ്പർട്ടി ഇടിച്ചു പൊളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ആരെങ്കിലും പഞ്ച് ചെയ്യണം എന്ന് പറയുന്ന ഒരു ത്വര ഉള്ളിൽ കിടപ്പുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആണത്തത്തേക്ക് വെല്ലുവിളിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പല ആളുകളും നീ ഒരു ആൺകുട്ടിയാണെങ്കിൽ അടിക്കട എന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം നിന്ന് വിറയ്ക്കുകയായിരുന്നു. ഗബ്രി എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പഞ്ചിൽ നിന്ന് വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. സിജോയെക്കാട്ടും നല്ല രീതിയിൽ റോക്കിയെ പ്രൊവോക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗബ്രി. പിന്നെ എന്തുകൊണ്ടാണ് ഗബ്രി അതിൽ നിന്ന് രക്ഷപ്പെട്ടതും സിജോ പെട്ടെന്ന് അതിൽ വീണതും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു സിജോയുടെ പ്രൊവോക്കിങ് കുറച്ചും കൂടെ ഈ മാസ് ബോയ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ജിൻഡോ സിജോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചില വർത്തമാനങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളൊരു ചെറിയ ആൺകുട്ടികൾ, ഇൻസെക്യൂർ ആയിട്ടുള്ള ആൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഡയലോഗുകൾ പോലെ. അപ്പോൾ ആ ഒരു സാന്ദ്രത്തിലാണ് ശരിക്കും റോക്കി വീഴുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു പഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പഞ്ചാണ്. പല യൂട്യൂബ് ചാനലുകളിലും ഇടിച്ച് മുഖം തെറിപ്പിച്ചു, മുഖം കൂട്ടിച്ചേർക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കും എന്നുള്ള തമ്പനിയിലൊക്കെ കണ്ടു. പക്ഷേ ഇതൊരു നല്ല സ്ട്രോങ് പഞ്ചാണ്. പിന്നെ ഒറ്റയിടിക്ക് തന്നെ റിലേ കട്ടായി പോയതുകൊണ്ട് തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കാനായിട്ടും വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാനായിട്ടും സിജോയ്ക്ക് പറ്റി. ഏതായാലും അവിടെയുള്ള ആളുകളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് അതൊരു സ്ട്രോങ് പഞ്ച് തന്നെയാണ്. ഗബ്രി, ജാസ്മിൻ എന്നിവർക്ക് കിട്ടേണ്ട ഒരു പഞ്ച് വഴിമാറിപ്പോയി എന്നുള്ള രീതിയിലേക്ക് കണ്ടാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.